ചെയ്യുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 214 മുതൽ ആർട്ടിക്കിൾ 231 വരെ ഹൈക്കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 214 ടു ആർട്ടിക്കിൾ 231 ആർട്ടിക്കിൾ 214 ടു ആർട്ടിക്കിൾ 231 ആൻഡ് ഡീൽസ് ഹൈക്കോർട്ട് ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കേരള ഹൈക്കോർട്ട് ലൊക്കേറ്റഡ് അറ്റ് എറണാകുളം. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണെന്ത്? ഹൈക്കോടതികൾ. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. കേരള ഹൈക്കോടതി നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1. കേരള ഹൈക്കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1956 നവംബർ 1. അതുപോലെ കേരള ഹൈക്കോടതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് അറിയാമോ? കേരള ഹൈക്കോടതിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. നിയറസ്റ്റ് ബേർഡ് സാങ്ച്വറി ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം ബേർഡ് സാങ്ച്വറി ഇസ് ദ നിയറസ്റ്റ് ബേർഡ് സാങ്ച്വറി ഓഫ് കേരള ഹൈക്കോർട്ട്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളവും ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽപ്പെടുന്നു. കേരള ആൻഡ് ലക്ഷദ്വീപ് ആർ അണ്ടർ കൺട്രോൾഡ് ബൈ കേരള ഹൈക്കോർട്ട്. അതുപോലെ പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതി നമുക്കറിയാം എവിടെയാണ്? എറണാകുളത്താണെന്നറിയാം. അതുപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 അതായത് ഹൈക്കോർട്ട് പ്രൊഡ്യൂസിംഗ് റിട്സ് ഓൺ ദ ബേസിസ് ഓഫ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സാണ്. റിട്ടയർമെന്റ് ഏജ് ഓഫ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് 62 years. അതുപോലെ പറയുകയാണെങ്കിൽ 62 വയസ്സാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് KT കോശിയാണ്. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരാണ്? അന്ന ചാണ്ടി. ഫസ്റ്റ് വുമൻ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്. ആൻസർ അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് KK ഉഷ. ജസ്റ്റിസ് KK ഉഷ വാസ് ദ ഫസ്റ്റ് മലയാളി വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ഈസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല നദീഫായി താക്കറെ വനിതാ സർവകലാശാലയാണ്. ഫസ്റ്റ് വുമൻ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ നദീഫായി താക്കറെ വുമൻ യൂണിവേഴ്സിറ്റി, ലൊക്കേറ്റഡ് പൂനെ, മഹാരാഷ്ട്ര.